രാജീവ് ചന്ദ്രശേഖറിൻ്റെ നിരാമയ റിസോർട്ട്, ജയരാജൻ്റെ വൈദേഹ, ഇത് രണ്ടും തമ്മിൽ ഒന്നിച്ചാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഒരു കൊളാബറേഷൻ. ഇത് CPM BJP ധാരണയാണ് എന്ന് സതീശൻ പറയുന്നു. സതീശനൊരു ആർഗ്യുമെൻ്റ് ഉണ്ട് അതിന് കാരണക്കാർ ശരിക്കും EP ജയരാജനും രാജീവ് ചന്ദ്രശേഖറുമാണ്. അവരിത് കേട്ട പാടെയുണ്ടല്ല, ഞാൻ EP ജയരാജനെ കണ്ടിട്ട് പോലുമില്ല എന്ന് ചന്ദ്രശേഖർ. EP ജയരാജൻ പറഞ്ഞു, ഞാൻ എപ്പോഴെങ്കിലും രാജീവ് ചന്ദ്രശേഖരെ കണ്ടു എന്ന് സതീശൻ തെളിയിക്കാമെങ്കിൽ എൻ്റെ സ്വത്തെല്ലാം എഴുതി സതീശന് കൊടുക്കാം. ഈ ട്രാപ്പിൽ ഈ രണ്ട് പേരും വീണു എന്നുള്ളതാണ്. ഇവർ ആരോപണം വരുമ്പോൾ തന്നെ അയാളിൽ എത്രയൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട് എന്ന് മനസ്സിലാക്കണ്ടേ, അല്ലെങ്കിൽ ഒരു 2-3 ദിവസം മിണ്ടാതിരിക്കണ്ടേ. അതിന് പകരം ഇത് മിണ്ടിക്കഴിഞ്ഞ് ഇപ്പോൾ സതീശൻ പറയുന്നത് അവർ തമ്മിൽ കണ്ടു എന്നല്ല എൻ്റെ ആരോപണം. അവർ തമ്മിൽ കണ്ടു എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനാകെ പറയുന്നത് അവരുടെ സ്ഥാപനങ്ങൾ സഹകരിച്ച് പ്രവർത്തിക്കുന്നു. അതിലെ 2 സ്ഥാപനങ്ങളിലെയും ഉദ്യോഗസ്ഥന്മാർ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കുന്നു. ഇയാളുടെ ഷെയർ അയാൾ എടുക്കുകയോ അതോ മൊത്തം ഷെയർ മേടിക്കുകയോ എന്തൊക്കെയോ ചെയ്യുന്നു. വൈദേകം റിസോർട്ടും നിരാമയ റിസോർട്ടും. അപ്പോൾ ഇത് നിഷേധിക്കാൻ പറ്റുമോ? ഇത് 2 കമ്പനികൾ മെർജ് ചെയ്യുകയോ അല്ലെങ്കിൽ പാർഷ്യലായിട്ട് ഷെയർ വാങ്ങുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് കമ്പനി രജിസ്ട്രാറുടെ അടുത്ത് രജിസ്റ്റർ ചെയ്യുക. അതിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ ആർക്കും വേണമെങ്കിൽ നോക്കാം. വൈദേകം റിസോർട്ടിൽ നിരാമയയ്ക്ക് എത്ര ഷെയറുണ്ട്, നിരാമയയിൽ വൈദേകത്തിന് ഷെയറുണ്ടോ, ഇതെല്ലാം നോക്കാവുന്നതേ ഉള്ളൂ. അതല്ല നിരാമയ മാത്രം റിസോർട്ടാണെങ്കിൽ അത് ആരുടെയൊക്കെ എത്രയൊക്കെ ഇത് വാങ്ങി, അസറ്റ്സ് വാങ്ങി, ഈ ഡീറ്റെയിൽസ് എല്ലാം സാധാരണ പൗരന് മിനിസ്ട്രി ഓഫ് കമ്പനി അഫയേഴ്സിൽ അതിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കാം. സതീശൻ പറയുന്നതിലൊരു കാര്യമില്ലേ, കാരണം ED അന്വേഷണത്തിന് വിധേയമായ സ്ഥാപനമാണ് ജയരാജൻ്റെ വൈദേഹം. അതുമാത്രമല്ല, ജയരാജന് എങ്ങനെ ഈ റിസോർട്ട് വാങ്ങാനുള്ള പണം ഉണ്ടായി? അപ്പോൾ പിണറായി പറഞ്ഞതുപോലെ ഭാര്യയുടെ പെൻഷൻ കൊണ്ടാണ് എന്നൊരു കഥയും കിട്ടും. അങ്ങനെ ആരോപണ വിധേയമായി നിൽക്കുന്ന CPM കേന്ദ്ര കമ്മിറ്റി അംഗത്തിൻ്റെ സ്ഥാപനത്തിൽ കേന്ദ്രമന്ത്രിയുടെ ഒരു സഹകരണം, ഏറ്റെടുക്കലോ വാങ്ങലോ, അതിൽ ഞാൻ കുറ്റം പറയില്ല. ഈ ED അന്വേഷിച്ചു എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് വാങ്ങാനോ തടസ്സമൊന്നുമില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബിസിനസ്സും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലുമൊക്കെ അന്വേഷണം എവിടെയെങ്കിലുമൊക്കെ നടത്തുന്നുണ്ടാകും. ഇൻകം ടാക്സുകാരുണ്ടാകും, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഉണ്ട്, ED ഉണ്ട്, CBI ഉണ്ട്. ഇപ്പോൾ ഇവരൊക്കെ ഉണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു അന്വേഷണമൊക്കെ പെൻഡിങ് ഉണ്ടാകും. അത് നോക്കിയിട്ട് കമ്പനികളെ നിങ്ങൾക്ക് വാങ്ങാനോ വിൽക്കാനോ മെർജ് ചെയ്യാനോ ഷെയർ എടുക്കാനോ. ജയരാജൻ്റെ ഭാഗത്ത് അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിലോ? ഞാൻ ആകെ പറയുന്നത് ഡേ 1 രാജീവ് ചന്ദ്രശേഖർ പറയണമായിരുന്നു, എനിക്കൊരു റിസോർട്ടുണ്ട് നിരാമയ, അതിൻ്റെ ഉടമസ്ഥൻ ഞാനാണ്, അല്ലെങ്കിൽ അത് കമ്പൈൻഡാണ്, അതിൻ്റെ ഷെയർ ഹോൾഡിങ്സ് ഇങ്ങനെയാണ്, അത് വൈദേകം റിസോർട്ടുമായിട്ട് കണക്ഷനുണ്ട്, വൈദേകത്തിൻ്റെ ഷെയർ ഞങ്ങൾ എടുത്തിട്ടുണ്ട്, അതിന് വൈദേകത്തിൻ്റെ നടത്തിപ്പ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓണർ സ്റ്റിൽ EP ജയരാജൻ ഗ്രൂപ്പാണ്, EP ജയരാജൻ്റെ ഭാര്യയോ മറ്റുമാണ്. ബട്ട് നടത്തിപ്പ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇവർ ഈ അദാനി എയർപോർട്ട് വിറ്റു എന്നൊക്കെ പറയുമല്ലോ, തിരുവനന്തപുരം എയർപോർട്ട് അദാനിക്ക് കൊടുത്തു. ഒന്നുമല്ല, ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിൻ്റെ കോൺട്രാക്റ്റ് അദാനിക്ക് കൊടുത്തു. ഇതാണ് നമ്മളുടെ ബാഗേജ് ഹാൻഡിൽ ചെയ്യുക, ഗ്രൗണ്ട് ഹാൻഡ്ലിങ്, ഇതാണ് കോൺട്രാക്റ്റ് കൊടുക്കുന്നത്, അല്ലാതെ വിമാനത്താവളം എഴുതി കൊടുക്കുന്നതല്ല. ഇതുപോലെ വൈദേകം എന്ന് പറഞ്ഞൊരു റിസോർട്ടുണ്ട്, അത് നടത്തിക്കൊണ്ടുപോകാൻ പ്രയാസമായി, പൊളിറ്റിക്കൽ കോൺട്രവേഴ്സിയായി. അപ്പോൾ ഇത് നടത്താൻ പ്രാപ്തിയുള്ള ആൾക്കാരെ അന്വേഷിക്കുക, ഈ പണ്ടാരക്കെട്ട് തലേന്ന് ഒഴിവാക്കുക. EP ജയരാജൻ ഭാര്യയോട് പറയുന്നത്, എടീ അബദ്ധം പറ്റി, ഞാനന്നേ പറഞ്ഞല്ലേ എന്നെ ഇതിനകത്ത് വലിച്ചഴിക്കരുത്. ഇപ്പോൾ ചെയ്തു പോയില്ലേ, ശരി ഞാനതിനൊരു മാർഗം കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ അന്വേഷിക്കുന്നു മാർക്കറ്റിൽ. നിരാമയ്ക്ക് താല്പര്യമുണ്ടോ? നിരാമയ നമുക്ക് നോക്കാം, റിസോർട്ടല്ലേ, ഞങ്ങളല്ലെങ്കിൽ തന്നെ നിരാമയെ കുമരകത്തോ ആർപ്പൂക്കരയിലോ അങ്ങനെ. ജയരാജൻ തേടി ചെല്ലുന്നത് അത്ര നിഷ്കളങ്കമായിരിക്കുമോ? നിഷ്കളങ്കമായിരിക്കണം എന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. VD Satish ഹാസ് ഗോട്ട് എ പൊളിറ്റിക്കൽ പോയിന്റ് ദർ. ബട്ട് ഈ ഡീലിങ്സ് ആസ് സച്ച് മലീഷ്യസ് ആണെന്ന് ഞാൻ പറയില്ല. ഞാൻ ആകെ പറഞ്ഞത് ഓൺ ഡേ 1 രാജീവ് ചന്ദ്രശേഖർ ഇത് കംപ്ലീറ്റ് അങ്ങ് എക്സ്പോസ് ചെയ്തിരുന്നു എന്ന് വെച്ചോ, ഇന്നിപ്പോൾ സതീശിനെ ഈ ബഹളം വയ്ക്കാനുള്ള അവസരം കിട്ടുമായിരുന്നില്ല. രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു അബദ്ധതാണ്. ഞാൻ ഒന്നും ചെയ്തില്ല, എനിക്ക് അറിയ പോലും ഇല്ല അയാൾ. അത് ശരിയല്ലല്ലോ. യു സേ യു നോ ഹിം, ഐ ആം ഡോണ്ട് മെറ്റ് ഹിം. ഞാൻ കാണേണ്ട ആവശ്യമില്ല. കാരണം EP ജയരാജൻ്റെ അല്ല വൈദേകം റിസോർട്ട് ഭാര്യയുടെയാണ്.
മാത്രമല്ല ഇത്തരം ഷെയർ ഡീലിങ്സ് അത് ഇതൊക്കെ ചെയ്യുന്നത് മാനേജിങ് ഡയറക്ടർ, കമ്പനി സെക്രട്ടറി ഇവരൊക്കെ ചേർന്നാണ് ഇത് ചെയ്യുന്നത്. ഇതിന് രാജീവ് ചന്ദ്രശേഖരൊന്നും പോകേണ്ട കാര്യമില്ല, പോയാലൊന്നും ചെയ്യാനുമില്ല, വെറുതെ വായി നോക്കി നിൽക്കാത്രേ ഉള്ളൂ. ബിക്കോസ് ഓൾ ദീസ് ഡീലിങ്സ് ആർ ടു ബി ഡൺ ബൈ സബോർഡിനേറ്റ് ഓഫീസേഴ്സ്. നിരാമയ എവിടെയാണ്? ആർപ്പൂക്കരയോ കുമരകത്തോ സംവേർ. അതാണ് വേറൊരു സാധനം. നോക്കിയോ, ഈ റിസോർട്ടിന് നേർക്ക് DYFIയുടെ കല്ലേറും ബഹളമൊക്കെ നടന്നു കുറേ കാലം മുമ്പ്, ഓർമ്മയുണ്ട്? തല്ലിപ്പൊളിക്കാനൊക്കെ നോക്കി, കായലിൽ കൂടെ വന്നിട്ട്. ഏഷ്യാനെറ്റ് DYFIക്കെതിരെ വാർത്ത കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ റിസോർട്ടിന് നേർക്ക് ആക്രമണം നടന്നു. ആ ആക്രമണം ഏഷ്യാനെറ്റ് നിരന്തരം കവർ ചെയ്യുകയും ചെയ്തു. വേറെ ഒരു ചാനലും കവർ ചെയ്തില്ല. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്, ഞാൻ ചാനലിൻ്റെ ഉടമസ്ഥനൊക്കെയാണ്, പക്ഷേ എനിക്ക് വേണ്ടി ഒരു ന്യൂസും അതിൽ വരില്ല, എല്ലാ രാഷ്ട്രീയക്കാരും ചെയ്യുന്ന പോലെ ഞാൻ കുമ്പിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും വന്നാലായി. അപ്പോൾ ഇത്രയും ദിവസം കുമ്പിട്ടിട്ടാണോ ഈ നിരാമയ റിസോർട്ടിൻ്റെ ആക്രമണം ഏഷ്യാനെറ്റ് മാത്രം കവർ ചെയ്തുകൊണ്ടിരുന്നത്? മാത്രമല്ല മറ്റ് മാധ്യമങ്ങൾ അത് കവർ ചെയ്തുമില്ല. ഇപ്പോൾ ഒരു കേരളം മൊത്തം കിടുങ്ങുന്നൊരു ഇഷ്യൂ ആണെന്ന് വെച്ചോ, ഒരു BJPക്കാരൻ്റെ വീടിന് തീയിട്ടു. ആ തീയിട്ടു എന്നുള്ള വിവരം കൈരളി ചാനലും മീഡിയ വണ്ണും വരെയൊക്കെ കാണിക്കാം. അവർ BJPക്കാരോട് ഭയങ്കര വിരോധമുള്ളത്. പക്ഷേ വീടിന് തീവെട്ടി ആ തീ കത്തുന്നത് ഒരു വാർത്തയാണല്ലോ, ഒരു വിഷ്വലാണല്ലോ. ഇതുപോലും മറ്റ് ചാനലുകൾ കാണിച്ചില്ല, ഏഷ്യാനെറ്റ് മാത്രം കാണിച്ചു. എന്നിട്ട് ഇപ്പോൾ മുതലാളി പറയുകയാണ് എനിക്ക് ഞാൻ കുമ്പിട്ടാൽ മാത്രമേ എൻ്റെ വാർത്ത വരുള്ളൂ എന്ന്. ഇത് ഈ രാഷ്ട്രീയത്തിലുണ്ടല്ലോ, എപ്പോഴും നമ്മൾ രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും തല്ലിക്കൂട്ടി പറയരുത്, അതിൻ്റെ കോൺസിക്വൻസസ് ആലോചിച്ചിട്ട് വേണം പറയാൻ. ഇത് അതുപോലെ ആ ഇൻ്റർവ്യൂവിൽ ചില അൺപ്ലസൻറ്റ് ചോദ്യങ്ങളുണ്ടാവും. ഇപ്പോൾ മറുനാടിന് ഇൻ്റർവ്യൂ കൊടുക്കുന്നു, അൺപ്ലസൻറ്റ് ചോദ്യം യു ക്യാൻ ജസ്റ്റ് റിഫ്യൂസ് ടു ആൻസർ. വാട്ട് ഈസ് റോങ് ഇൻ ദാറ്റ്? ചിലർ പറയും നോ കമൻറ്റ്സ്, എനിക്ക് ആ ചോദ്യത്തിന് ഉത്തരവില്ല, അടുത്ത ചോദ്യം ചോദിക്കും. ഇത് പറയാനുള്ള ഒരു പ്രത്യുൽപ്പന്നം, ഇത് അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ വെച്ച് നിർത്തണ്ടേ? ഒറ്റ ആൻസർ മതി. ഷാജൻ സ്കറിയയോട്, ഷാജൻ, എൻ്റെ ബിസിനസ്സിനെ പറ്റി ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് ചാനലുണ്ട്, റിസോർട്ടുണ്ട്, ഒരുപാട് ബിസിനസ്സുണ്ട്, ദാറ്റ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ്. മനസ്സിലായി? ഞാനിപ്പോൾ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്നു, ഞാൻ സ്വത്ത് വെളിപ്പെടുത്തണം ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിൽ, നാട്ടുകാരുടെ മുമ്പിൽ അത് വെളിപ്പെടുത്തി അത് ചർച്ച ചെയ്ത് ഇയാൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെയാണ്. ഈ ലോ ലെവൽ ആർഗ്യുമെൻറ്റിന് ഞാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാജിൻ്റെ കഥ കഴിഞ്ഞു, അതവിടെ വെച്ച് നിൽക്കും. ബട്ട് ഹീ വാണ്ടഡ് ടു ബിക്കം എ ലാർജർ ദാൻ ലൈഫ് സൈസ് ഫിഗർ. ഞാൻ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഏഷ്യാനെറ്റിൽ ഇടപെടാറില്ല, ഞാൻ കുമ്പിട്ടാലേ വരൂ, ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യം എന്താണ്? കയ്യിൽ നിന്ന് പോകും. അതെ, അച്ഛൻ വീട്ടിലുമില്ല പത്തായത്തിലുമില്ല കേട്ടോ എന്ന് പറയുന്ന പോലത്തെ ഒരു ഉത്തരം. അഥവാ കോഴികട്ടവൻ എന്ന് പറഞ്ഞപ്പോൾ തലയിൽ ഇങ്ങനെ നോക്കി. പക്ഷേ ഈ വിവാദം വന്നിപ്പോൾ പറയുന്നത് CPM BJPക്ക് കേരളത്തിൽ ഒരു സ്പേസ് ഉണ്ടാക്കാൻ രാജീവ് ചന്ദ്രശേഖർ ജയരാജൻ വഴി പിണറായി ശ്രമിക്കുന്നു. ആ സമയത്ത് തന്നെ ജയരാജൻ ഇതും പറഞ്ഞു, ഒരുപാട് സ്ഥലത്ത് BJP രണ്ടാം സ്ഥാനത്ത് വരുമെന്ന് പറഞ്ഞു. കേരളത്തിൽ മത്സരം BJPയും LDF തമ്മിലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഓർക്കണില്ല, കുട്ടനാട്ടിലോ മറ്റോ ഉമ്മൻചാണ്ടി പ്രസംഗിച്ചു, BJPക്ക് രണ്ടാം സ്ഥാനം ഇവിടെ ഉണ്ടാവുള്ളൂ, അവർ എത്ര ശ്രമിച്ചാലും രണ്ടാം സ്ഥാനം ഉണ്ടാവുള്ളൂ. അത് വലിയ വിഷയമാക്കി LDF. കാരണം BJPക്ക് രണ്ടാം സ്ഥാനം കൊടുക്കുന്നു ഉമ്മൻചാണ്ടി, ആ രണ്ടാം സ്ഥാനം LDFനല്ലേ കൊടുക്കേണ്ടത്? അതെ, തെരഞ്ഞെടുപ്പ് പ്രസംഗമാണ്. അതിലവിടെ BJP അന്ന് എനിക്ക് തോന്നുന്നു BDJSൻ്റെ സ്ഥാനാർത്ഥികളാണ് അടിച്ച് ഭയങ്കര പ്രചരണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇംപ്രഷനിൽ ഉമ്മൻചാണ്ടി പറഞ്ഞു പോയതാണ്. പക്ഷേ അതുപോലും കയറിപ്പിടിച്ചു. ഇങ്ങനെ കയറിപ്പിടിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ വളരെ സൂക്ഷിച്ച വാക്കുകൾ ഉപയോഗിക്കും. EP ജയരാജൻ എന്തിനാ ലൂസ് ടോക്ക് നടത്തിയെന്ന് എനിക്കറിയില്ല. ഇൻറ്റൻഷനിലായിരിക്കാം, അല്ലാതെയാകാം. പിണറായി പിന്നീട് തിരുത്തി. ആ പിണറായി തിരുത്തിയതല്ല, ഇങ്ങനെ പല സ്ഥലത്ത് BJP രണ്ടാം സ്ഥാനത്ത് വരുമെന്ന്. ഇല്ല, അതിപ്പോൾ കേരളത്തിൽ LDF UDF ആണ്. അല്ലാതെ ജയരാജൻ പറഞ്ഞത് ശരിയല്ല ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പിണറായിയുടെ ശരീരഭാഷ പോലും അതിങ്ങനെ ഷ്രഗ് ഓഫ് എന്ന് പറയില്ല, നമ്മൾ ഇങ്ങനെ ഒന്ന് തോള് ഇതാക്കി കളയുക. അപ്പോൾ സതീശൻ പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? സതീശൻ പറഞ്ഞാൽ കാര്യമുണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷേ സതീശന് പറയാനൊരു കാര്യം ഇവർ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് സത്യമാണ്. സതീശൻ പറഞ്ഞത് സത്യമാണോ എന്നുള്ളത് കാലം തെളിയിക്കും. ബട്ട് സതീശന് പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് EP ജയരാജനും രാജീവ് ചന്ദ്രശേഖറുമാണ്.
അല്ല നൗ അറ്റ്ലീസ്റ്റ് നൗ ലെറ്റ് രാജീവ് ചന്ദ്രശേഖർ ഓപ്പൺ ഹിസ് കാർഡ്സ്. സി വാട്ട് ഈസ് ദിസ് നിരാമയ ആൻഡ് വൈദേകം. അല്ല, അദ്ദേഹത്തിൻ്റെ പ്രശ്നം വെച്ചാൽ അദ്ദേഹം ഒരു ഈ പറഞ്ഞ പോലെ ഗ്രാസ് റൂട്ട് ലെവൽ പൊളിറ്റീഷ്യൻ ആയിരുന്നില്ല. അതിൻ്റെ പരാതി രാജ്യസഭാംഗമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ LDFകാർ വലിയ ആക്ഷേപം പോലെ എന്താണ് തട്ടുകട എന്ന് ചോദിച്ചു. തട്ടുകട എന്താണെന്ന് അറിയാൻ വയ്യ, തട്ടുകട എന്ന് ചോദിക്കും. പണ്ട് പോപ്പ് ഇവിടെ പോയി, ഇറ്റലിയിൽ പോയി. അപ്പോൾ പോപ്പിനോട് ചോദിച്ചു നൈറ്റ് ക്ലബ്ബ് വിസിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. പോപ്പിന് ഇതെന്താണെന്നറിയാമല്ല. പോപ്പ് പറഞ്ഞു ഇറ്റലിയിൽ നൈറ്റ് ക്ലബ്ബ് ഉണ്ടോ എന്ന് ചോദിച്ചു. പിറ്റേ ദിവസം ഹെഡ്ലൈൻ ഇറ്റലിയിൽ നൈറ്റ് ക്ലബ്ബ് ഉണ്ടോ എന്ന് പോപ്പ് അന്വേഷിക്കുന്നു. വന്നിറങ്ങിയ പാട്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇതുപോലെയൊക്കെയാണ് ഈ തട്ടുകട ഇതൊക്കെ. ബട്ട് തെരഞ്ഞെടുപ്പിൽ ഈ വല്ലഭന് പുല്ലും ആയത് എന്ന് പറയുന്ന പോലെ ഏത് വാക്ക് എടുത്ത് ഉപയോഗിക്കും. ബാലേന്ദ്രൻ ചുള്ളിക്കാട് പ്രജ എന്നുള്ള വാക്കെടുത്ത് തട്ടിയ കണ്ടില്ല. ബാലേന്ദ്രൻ അറിഞ്ഞുകൂടായിട്ടൊന്നുമല്ല. പ്രജയും ജനവും ഒന്ന് തന്നെയാണ്. അതെ അതെ, ഒന്ന് തന്നെയാണ്. പക്ഷേ അത് അറിഞ്ഞുകൂടായിട്ടില്ല. ബിക്കോസ് ബാലേന്ദ്രൻ അവിടെ പോയിരിക്കുന്നത് സുനിൽകുമാറിന് വേണ്ടി പ്രസംഗിക്കാനാണ്. അത് ബാലേന്ദ്രൻ അറിയാം. അപ്പോൾ ട്വിസ്റ്റ് ചെയ്യാവുന്നൊരു സാധനം കിട്ടിയപ്പോൾ അത് വെച്ച് ഒന്ന് ട്വിസ്റ്റ് ചെയ്തു. 2-3 ദിവസം അതിൻ്റെ ബഹളം നടന്നു. പിന്നെ അടുത്ത ബഹളം വന്നിട്ടുണ്ട് കലാമണ്ഡലം ഗോപി ആശാനുമായി ബന്ധപ്പെട്ട്. എനിക്ക് വാസ്തവത്തിൽ മനസ്സിലായില്ല എന്താ അതിനകത്ത് പ്രശ്നം. കലാമണ്ഡലം ഗോപി ആശാനെ ഒരാൾ ഫോണിലോ അല്ലെങ്കിൽ നേരിട്ടോ, സുരേഷ് ഗോപി അല്ല, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആശാനെ ഒന്ന് എല്ലാവരോടും പറയണം, സുരേഷ് ഗോപി ഒന്ന് ജയിപ്പിക്കണം, ഒന്ന് വരുന്നുണ്ട്, അനുഗ്രഹം വാങ്ങാൻ വരുന്നുണ്ട്, അനുഗ്രഹിക്കണം, വരുന്നുണ്ട് ഇവിടെ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ആശാൻ പറയുന്നു അതൊക്കെ വേണോ എന്ന് ചോദിച്ചു. അല്ല, നമുക്കൊരു പത്മഭൂഷണൊക്കെ സംഘടിപ്പിക്കണ്ടേ. ഓ ശരി, അങ്ങനെ പറഞ്ഞു എന്ന് തന്നെ ചോദിച്ചു. അതിനകത്ത് തെറ്റെന്താ? ഒരു വീടില്ലാത്ത ഒരു അമ്മൂമ്മയോട് ഒരു BJP-കാരൻ പറയുന്നു, അമ്മമ്മ ഇത്തവണ BJPക്ക് വോട്ട് ചെയ്യാണ്. എന്തിനാ മോനെ, എനിക്ക് അവിടെ വരെ നടക്കാൻ കഴിയും. അമ്മമ്മ ഒരു വീടൊക്കെ വേണ്ടേ, പ്രധാനമന്ത്രിയുടെ ഇതുണ്ട്, പദ്ധതിയുണ്ട്, അതിൽ പെടുത്തി നമുക്ക് ശരിയാക്കാം. ഞാൻ കുഴിയിൽ കാലം നീട്ടിയിരിക്കുന്നു, എനിക്കിനി എന്തിനാടാ വീട്? അങ്ങനെയല്ല, മഴക്കാലം വരികയല്ലേ, അമ്മമ്മയ്ക്ക് 100 ആയുസ്സാണ്, ഉടനെ ഒന്നും മരിക്കാനൊന്നും പോണില്ല. ഇങ്ങനെയൊക്കെ പറയും. എന്താ ഇത്ര വലിയ കാര്യം? എനിക്ക് ചുമ്മാ ഒരു വിവാദം. പക്ഷേ സംഭവം ഇതാണ്, തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നിങ്ങൾ വാ തുറന്നാൽ വിവാദമാണ്, വാ തുറക്കാതിരുന്നാലും വിവാദമാണ്. അയാൾ മിണ്ടാതിരിക്കുന്നു. അല്ല, ചില മണ്ഡലങ്ങളിൽ ഈ പറഞ്ഞ BJP സ്ഥാനാർത്ഥികൾ, ഇപ്പോൾ സുരേഷ് ഗോപി, രാജീവ് ചന്ദ്രശേഖർ, ഇവരെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടാണ് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. ദാറ്റ് ഷോസ് ദെയർ സ്ട്രെങ്ത്. അവർ ജയിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ മാങ്ങയുള്ള മാവിലല്ലേ കല്ലെറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കല്ലേറ് കൂടി വരും തോറും ഇത് ഇങ്ങനെ ജയിക്കും എന്നുള്ള അടയാളമാണ്. ഐ വിഷ് ബോത്ത് ഓഫ് ദം സക്സസ്, സുരേഷ് ഗോപി ആണെങ്കിലും രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിലും. ബട്ട് ഈ വാക്കുകളുടെ അത് ഒഴിവാക്കാനും പറ്റില്ല കേട്ടോ. നമുക്കിവിടെ ഇരുന്നുകൊണ്ട് പറയാം വാക്കുകൾ സൂക്ഷിക്കണം എന്ന്. ഇപ്പോൾ എങ്ങനെ ഈ വാൾത്തലപ്പിലൂടെ നടക്കാൻ പറ്റുമോ? അതെ അതെ, പ്രത്യേകിച്ച് സുരേഷ് ഗോപി. അദ്ദേഹത്തിന് ഈ പറഞ്ഞ സാധാരണ രാഷ്ട്രീയക്കാരൻ്റെ കാപട്യമൊന്നും അറിയത്തില്ല. ഇല്ല, അത് ഈ രാജീവ് ചന്ദ്രശേഖരനും ഇല്ല. അതുകൊണ്ടാണ് ഈ അബദ്ധമൊക്കെ വായിന്ന് വന്ന് തട്ടുകട എന്താണ് തട്ടുകട എന്ന് ചോദിക്കുന്നത്. അതെ, ഈ ഓർഡിനറി റൺ ഓഫ് ദ മിൽ പൊളിറ്റീഷ്യൻ എന്ന് പറയുന്നതല്ല. സുരേഷ് ഗോപി ആണെങ്കിലും രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിലും ഈ നമ്മുടെ ടിപ്പിക്കൽ പൊളിറ്റീഷ്യൻ ഉണ്ടല്ലോ, ഈ കഞ്ഞി മുക്കി അലക്കി തേച്ച് വടി പോലെ മുണ്ട് മടക്കി കുത്താൻ നിർവാഹമില്ല. മടക്കി കുത്തണമെങ്കിൽ കഥകളിക്കാരനെ പോലെ ആയിപ്പോകും. ഇതുകൊണ്ട് ഇതെപ്പോഴും ഇങ്ങനെ കാലുമുറിയും അതിൻ്റെ കര കൊണ്ട്. ഇങ്ങനെയുള്ള രാഷ്ട്രീയക്കാരല്ല ഇവർ. അതുകൊണ്ട് സ്വാഭാവികമായും അവർക്ക് വിജയവും നിശ്ചയമാണ്. പക്ഷേ അവർക്ക് നേരെയുള്ള ആക്രമണവും വരും ദിവസങ്ങളിൽ രൂക്ഷമാകും. അല്ല, മറ്റു രാഷ്ട്രീയക്കാരെ അപേക്ഷിച്ച് തിരുവനന്തപുരത്തും തൃശ്ശൂരും ഉള്ളത് 2 നിഷ്കളങ്കരായ രാഷ്ട്രീയക്കാരാണെന്ന് പറയാം. അവർക്ക് അറിയില്ല, ഈ കാപട്യമൊന്നും അറിയില്ല. അല്ല, അത് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം കുറേയധികം ശരിയാണ്. കാരണം സുരേഷ് ഗോപിയെ വർഷങ്ങളായിട്ട് സിനിമയിലും അല്ലാതെയും, തൃശ്ശൂർ ഇപ്പോൾ 3ാമത്തെ തെരഞ്ഞെടുപ്പാണ് സുരേഷ് ഗോപിയുടെ, ഒരു ലോക്സഭ, ഒരു നിയമസഭ, വീണ്ടും ലോക്സഭ. അപ്പോൾ സുരേഷ് ഗോപി എങ്ങനെയാണ് എന്ന് തൃശ്ശൂരുകാർക്കൊരു ധാരണയുണ്ട്. ആ ധാരണ തിരുവനന്തപുരത്തുകാർക്ക് രാജീവ് ചന്ദ്രശേഖരനെ പറ്റി ഇല്ല. ഹീസ് നോട്ട് ഈവൻ ഹാഫ് പോപ്പുലർ ദാൻ വാട്ട് സുരേഷ് ഗോപി ഈസ് ഇൻ തൃശ്ശൂർ. സുരേഷ് ഗോപി സിനിമാ താരം എന്നുള്ള ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ അതിലങ്ങ് ഡിസ്കൗണ്ട് ചെയ്ത് വിടും ആൾക്കാർ. രാജീവ് ചന്ദ്രശേഖറിന് ഒരു അലവൻസും കിട്ടാൻ പോകുന്നില്ല. ഹി മസ്റ്റ് ബി വെരി കെയർഫുൾ. അതായത് അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ വർക്കിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞത്, ഈ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചത്, എന്തിനു ഫോട്ടോ ഒക്കെ എടുക്കുന്നത്? ആളുകൾ കണ്ട് ചിരിക്കുക, നമ്മൾ ചിരിച്ചുകൊണ്ട് ഇവിടെ നിന്നാൽ മതിയോ?
ഇങ്ങനെയായിരുന്നു ആദ്യത്തെ ഒരാഴ്ച. പിന്നെയാണ് അതേ ആളെ കണ്ട് ചിരിക്കാനും ആളെ കെട്ടിപ്പിടിക്കാനും ഒക്കെ ഈ സാധാരണ രാഷ്ട്രീയക്കാരൻ്റെ ഒരു പരുവത്തിലേക്ക് മാറിയത്. എനിവേ ജയിച്ചു വരട്ടെ. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.